നമ്മളെ ഈ ദിവസങ്ങളിൽ സഭയുടെ വലിയ നോയമ്പിലൂടെ സഞ്ചരിക്കാം. ഗ്രേറ്റ് ലെൻഡ്. വലിയ നോയമ്പ് എന്ന് പറയുമ്പം അത് അതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, 50 ദിവസം നീണ്ടു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല. ഇറ്റ്സ് ബിഗ് എന്നുള്ള ഇറ്റ്സ് എ ഗ്രേറ്റ്, മഹത്തായ നോയമ്പ് എന്ന് വേണം സത്യത്തിൽ അത് മലയാളത്തിൽ പറയുവാൻ. നമ്മൾ ഈ നോയമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനൊരു താരതമ്യം പറയുന്നത്, ഈ ഇലക്ഷൻ, രാജ്യത്ത് ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരെയും അത് ബാധിക്കാറുണ്ട്. അതുപോലെ സഭയിലെ നോയമ്പ് എല്ലാവർക്കും പലതരത്തിലാണ്. ചിലരെ സംബന്ധിച്ച ഒരു ദുഃഖമാണ്, ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പം താഴെ തട്ടിലുള്ള ആളുകൾ, ഇപ്പോൾ സ്ത്രീകൾ മീൻകാരോട് പറയും ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻ വേണ്ട, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ആണെങ്കിൽ മേൽത്തൊട്ട് താഴെ വരെ, ഇപ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾ പോസ്റ്റർ ഒട്ടിക്കുക, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തർക്കിക്കുക, ബെറ്റ് വെക്കുക, പലതരത്തിലാണ് ഇൻവോൾവ്മെന്റ്, പല സ്കെയിലിലാണ്. പക്ഷെ ആക്ച്വലി ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അതിലേറ്റവും ടോപ്പിലിരിക്കുന്ന ആളുടെ ബെനിഫിറ്റ്സ് അതാണ് ഏറ്റവും വലുത്. അവര് ഭരണനിർവഹണത്തിലേക്ക്, നിയമനിർമ്മാണത്തിലേക്ക് ഒക്കെ അവർ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഒരു എസ്കലേറ്റഡ് ലെവലിലാണ് അവർ നിൽക്കുന്നത്, പല സ്കെയിലിലാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും താൻ്റെ നിലയിൽ എത്രയാകും. അപ്പൊ പല നിലയിലും നിലവാരത്തിലും ഉണ്ട്. അപ്പൊ ഈ നോയമ്പ് എന്ന് പറയുമ്പം കേവലം വർജനം, ആചരണം എന്ന നിലവാരത്തിൽ നിന്ന് അതിൻ്റെ അന്തസത്തയിലേക്ക് പോകാൻ സാധിക്കുന്നവരാണ് അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. അത് ഈ ഇലക്ഷൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെയാണ്. പ്രകടനത്തിന് പോയി, ജാഥയ്ക്ക് പോയി, പോസ്റ്റർ ഒട്ടിക്കാൻ പോയി, പ്രചരണത്തിന് പോയി, അങ്ങനെയൊക്കെ പല നിലവാരത്തിലുണ്ടെങ്കിലും, കൂടുതൽ വേർത്തതും അധ്വാനിച്ചതും താഴെ തട്ടിലുള്ളവരാണെങ്കിലും അതിൻ്റെ ശരിയായ ഗുണഭോക്താക്കൾ അതിൻ്റെ മേൽത്തട്ടിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിൽ അങ്ങനെ കൊടുത്തത്, നോയമ്പിൻ്റെ തമ്പുരാക്കന്മാരാകുക. ഇപ്പം നോയമ്പ് എന്ന് പറയുമ്പോൾ എന്താണ് പൗരസ്ത്യ സഭ? പുരാതനവും പൗരസ്ത്യവുമായ ക്രിസ്തീയ സഭ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അത് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ കേരളത്തിലെ നിരീശ്വരവാദികളുടെ ബൈബിൾ വിരുദ്ധ സെമിനാറുകളുടെ 4ാം ഭാഗം കഴിഞ്ഞ ദിവസം അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ദൈവം, ശ്രീ സി രവിചന്ദ്രന്റെ പ്രഭാഷണം. ഇതിനകത്തെല്ലാം അവർ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട ദൈവം എന്ന പേരിൽ ഉള്ള വീഡിയോയിൽ ധാരാളം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ പലതും കഴിഞ്ഞ നാളുകളിലെ ഗ്ലോറിയസ് ഗോസ്പൽ ക്ലാസ്സുകളിൽ ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. ദൈവശാസ്ത്രം, ആദിമ ക്രൈസ്തവ സഭയിൽ ദൈവശാസ്ത്ര ശാഖ പ്രധാനമായും 3 തിരിയുന്നുണ്ട്. 3 തിരിയുന്നതാണ്. വേണമെങ്കിൽ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ സൂചിപ്പിക്കാം. സുറിയാനി പാരമ്പര്യം, ഗ്രീക്ക് പാരമ്പര്യം, ലത്തീൻ പാരമ്പര്യം, അല്ലെങ്കിൽ സുറിയാനി, യവനായ, ലത്തീൻ ഭാഷകൾ, സിറിയക്, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഇപ്പൊ സുറിയാനി പാരമ്പര്യത്തിലെ ദൈവശാസ്ത്രം 3 ദൈവശാസ്ത്ര ശാഖ പ്രധാനമായി പരിണമിക്കുന്നു. അതിലെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ സുറിയാനി ശാഖ അത് കൂടുതലും ദൈവശാസ്ത്ര കവികളായിരുന്നു സുറിയാനി സഭയിലുള്ളത്. ദൈവശാസ്ത്ര കവികൾ, തിയോളജിക്കൽ പോയട്രി. സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം കൂടുതലും സംഗീതാത്മകമാണ്, കവിതകളിലൂടെയാണ് അത് വിരചിക്കപ്പെട്ടിരിക്കുന്നത്. സുറിയാനി സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു മാർ അപ്രേ, ഹാർപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെട്ടു. അതുപോലെ പല ദൈവശാസ്ത്രജ്ഞന്മാരും കവിതകളിലൂടെയാണ് തങ്ങളുടെ ദൈവശാസ്ത്രത്തെ രേഖപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിന്റെ ദ ഫ്ലൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വേണുനാദമായി, അങ്ങനെ പല യാക്കൂബും ഒക്കെ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ ഗ്രീക്ക് യവനായ ദൈവശാസ്ത്രം കൂടുതലും തത്വചിന്താപരമായിരുന്നു, തത്വശാസ്ത്രമായിരുന്നു, ഫിലോസഫിക്കൽ. അവര് ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് മേക്ക് ചെയ്തു. കൂടുതലും ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അംബിഗ്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാം, അവ്യക്തതകളുണ്ട്, അസ്പഷ്ടതകളുണ്ട്. അപ്പം അതൊരു മൂർത്ത രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല, ഉപദേശത്തിന്റെ മൂർത്ത രൂപം ഉണ്ടാക്കുകയില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ലാറ്റിൻ എന്ന് പറയുമ്പോൾ അത് പാശ്ചാത്യമാണ്. ലാറ്റിൻ ഭാഷ, ലാറ്റിൻ ദൈവശാസ്ത്ര ശാഖ അത് കൂടുതലും നിയമാധിഷ്ഠിതമായിരുന്നു. നിയമാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ്. അപ്പം സിറിയക്ക് ട്രഡീഷൻ എന്ന് പറയുമ്പം അത് കാവ്യാത്മകമാണ്. ഇപ്പം ഒരു കവി ഇരുന്നിട്ട് ഒരു മയിലിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ഒരു മയിലിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന കവിക്ക് ഒരിക്കലും ഇപ്പുറത്ത് ഇരുന്ന ഒരാള് ഒരു കുയിലിന്റെ സ്വരത്തെ വർണ്ണിക്കുമ്പം അസ്വസ്ഥത ഉണ്ടാകുന്നില്ല. ഈ ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്, ഓൾ ഇൻക്ലൂസീവ്. ഒരിക്കലും ഒരു കലാകാരൻ മറ്റുള്ളവർ കലഹിക്കുന്നില്ല. അവൻ കലയെയും സാഹിത്യത്തെയും സ്വാംശീകരിക്കുകയാണ്, എല്ലാ അംശങ്ങളെയും സ്വാംശീകരിക്കും. അപ്പൊ ആ ഒരു പാരമ്പര്യം, ഇത് ക്രിസ്ത്യാനിറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടത് എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ തിരുവെഴുത്തുകളെ തെരുവുകളിലേക്ക് വലിച്ചഴച്ച് അവിടെ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴക്കുകൾക്കും ഷണ്ടകൾക്കും എല്ലാം കളമൊരുക്കിയത് ഈ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പിടിവാശികളാണ്. കാരണം പാശ്ചാത്യ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളിൽ അത് പിടിവാശിയുടെ ദൈവശാസ്ത്രം. എന്താണ് പിടിവാശി എന്ന് പറഞ്ഞാൽ? അതിന് എക്സ്ക്ലൂസീവ്, തങ്ങളുടേത് മാത്രമാണ് ശരി. അത് ലോയുടെ ഒരു പ്രശ്നമാണ്, നിയമാധിഷ്ഠിതമാണ്. അപ്പൊ ആ ഒരു തിയോളജിക്കൽ കാഴ്ചപ്പാടാണ് കേരളത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെതായിട്ട് പൊതുലോകം അംഗീകരിക്കപ്പെട്ടതും അറിഞ്ഞതും. അതുകൊണ്ടാണ് ക്രിസ്തീയത വിമർശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയത ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഉത്തരവില്ലാതെ വരുന്നത് കൊണ്ടാണ്. കാരണം എല്ലാത്തിനും വെൽ ഡിഫൈൻഡ് ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ഇവർ ഈ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഏറ്റവും അതിന്റെ രൂക്ഷമായ തലത്തിലേക്ക് വന്നത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തോടു കൂടിയാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, അങ്ങനെ ഒരു വാക്കുണ്ട്, പ്രൊട്ടസ്റ്റന്റ് നവീകരണം, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ഡിഫോർമേഷൻ ആൻഡ് ഡിഫൈമേഷൻ എന്ന് വേണം നമുക്ക് പറയാം. അതായത് പ്രൊട്ടസ്റ്റന്റ് പ്രാകൃതവൽക്കരണം അല്ലെങ്കിൽ വികൃതവൽക്കരണമാണ് നടന്നത്, ഒരിക്കലും നവീകരണമല്ല നടന്നത്. കാരണം ക്രിസ്ത്യാനിറ്റി അതിന്റെ എസൻസിൽ നിന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അൺഡിഫൈൽഡ് ആയിട്ടുള്ള ആ ഡോക്ട്രിനെ മലിനപ്പെടുത്തി കറപ്റ്റഡ് ആക്കി. അപ്പൊ കറപ്റ്റഡായ ഡോക്ട്രിൻ വെസ്റ്റ്. അപ്പൊ ആ നിയമാധിഷ്ഠിതമായിരിക്കുന്ന ലാറ്റിൻ പാരമ്പര്യത്തിൽ നിന്ന് അതിന് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടായതോടുകൂടെ അത് അതിന്റെ രൂക്ഷമായ ഭാവങ്ങൾ ആർജിച്ചെടുക്കുകയാണ്. രൂക്ഷമായ ഭാവങ്ങൾ നിങ്ങൾക്കറിയാം. മാർട്ടിൻ ലൂതർ ഇസ് എ നൊട്ടോറിയസ്, കുപ്രസിദ്ധനായ. കാരണം മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ഈ വിപ്ലവം ഉണ്ടാകുന്നതോടുകൂടെ സംഭവിച്ചത് ക്രിസ്ത്യാനിത്വം അല്ലാതായി മാറി. നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം തുടങ്ങുമ്പോൾ കൊലപാതകമാണ്. നിങ്ങൾ പല ആളുകൾക്കും അത് അറിഞ്ഞുകൂടായിരിക്കും. കാരണം പലരും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ മാറിയാൽ ഊറ്റം കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഞാനും കുറച്ച് നാൾ പ്രൊട്ടസ്റ്റന്റ് വഞ്ചനയിൽ പെട്ടുകിടന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മാർട്ടിൻ ലൂതർ മാറിക്കഴിഞ്ഞ അതിന്റെ അനുയായികൾ നടത്തിയത് കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ടല്ല, ലിറ്ററലായിട്ട് കൊന്നത് 1, 2, 10, 20, 30, 100 പേരെയൊന്നുമല്ല, ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ചോരക്കറയാണ് പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ കൈകളിലുള്ളത്. അത് ക്രിസ്ത്യാനിത്വവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് ഇൻ ഇറ്റ്സ് എസൻസ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന് യഥാർത്ഥ ക്രിസ്തുവുമായിട്ടോ ക്രിസ്ത്യാനിത്വവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവർ കൊലപാതകമാണ് നടത്തുന്നത്. കൊലപാതകം 30 വർഷം തുടർച്ചയായി ആളുകളെ കൊല്ലുകയായിരുന്നു, ചോരപ്പുഴ ഒഴുകുകയായിരുന്നു.
ചോരക്കറകളാണ്. കത്തോലിക്ക സഭ ലാറ്റിൻ ബ്രാഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലാറ്റിൻ ബ്രാഞ്ചിൽ പോയ മുഴുവൻ ആളുകളുടെ കയ്യിൽ ചോരക്കറയുണ്ട്. കാരണം നിയമത്തിൽ അധിഷ്ഠിതമായി അവര് ദൈവശാസ്ത്രത്തെ വിവക്ഷിച്ചു. അപ്പൊ ദൈവശാസ്ത്ര കാഴ്ചപ്പാട്. എന്നാൽ പൊയറ്റിക്കൽ തിയോളജി, കാവ്യാത്മക ദൈവശാസ്ത്രത്തിന്റെ പ്രയോക്താക്കളായിരിക്കുന്ന പൗരസ്ത്യ സഭ, ഈ ഓർത്തഡോക്സി, അവര് രക്തക്കറയില്ലാത്ത സഭയാണ്. അവർ കൊല്ലപ്പെടുകാർ. മൃഗങ്ങളുടെയും കോലാടുകളുടെയും തുകൽ ധരിക്കുകയും പാറകളിലും പിളർപ്പുകളിലും പാർക്കുകയും മരുഭൂമിയിൽ അലഞ്ഞു തിരിയുകയും ഈ ലോകം തങ്ങൾക്ക് യോഗ്യമല്ല എന്ന് പറയുകയും ചെയ്തവരുടെ സനാതനവും സത്യവും ആന്തരികവുമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചവർ, തങ്ങളുടെ ഗുരു കാട്ടിത്തന്ന എന്താണോ അതിന്റെ പിന്നാലെ ആ യഥാർത്ഥ മൂല്യങ്ങളെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച ആ സഭ. അപ്പൊ അതുകൊണ്ട് തത്വശാസ്ത്രപരമായിരിക്കുന്ന ഗ്രീക്ക് ദൈവശാസ്ത്രം, നിയമാധിഷ്ഠിതമായിരിക്കുന്ന ലത്തീൻ ദൈവശാസ്ത്രം, അതിൽ നിന്ന് വിഭിന്നമായി യഥാർത്ഥ ദൈവശാസ്ത്രം, സംഗീത പ്രധാനമായിരിക്കുന്ന സുറിയാനി ദൈവശാസ്ത്രം, എൻ്റെ ഒറിജിനാലിറ്റി, എൻ്റെ യഥാർത്ഥ ദൈവശാസ്ത്രം, ഇത് നിർഭാഗ്യവശാൽ അതിൻ്റെ അനന്തരാവകാശികളായിരിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, ഓർത്തഡോക്സിലെ പ്രസംഗരുടെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. വൈദികരുടെയും അൽമാരുടെയും ഒക്കെ പ്രഭാഷണം, അത് കൂടുതലും പാശ്ചാത്യ ദൈവശാസ്ത്രമാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. കാരണം അവർ കേൾക്കുന്ന ടി വി കേൾക്കുന്നത്, മാസികകളിൽ വായിക്കുന്നു, കൂടുതലായിട്ട് അവർ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് രവിചന്ദ്രൻ എന്ന് പറയുന്ന പ്രൊഫസർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ കൊല്ലപ്പെട്ട ദൈവം എന്ന പേരിൽ നടത്തിയ ആ മീറ്റിംഗിൽ അദ്ദേഹം ഉന്നയിക്കുന്ന കാതലായ ചോദ്യമുണ്ട്. നിങ്ങളുടെ ദൈവം മരിച്ചോ? ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? മരിച്ചു എന്ന് പറയുന്നു, പക്ഷെ മരിച്ചെന്ന് തെളിവില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിന് മറ്റൊരു ദിവസം രവിചന്ദ്രന്റെ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതാണ്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പ്രചാരകർക്കുണ്ട്. പാശ്ചാത്യ ദൈവശാസ്ത്രം, അതിലൂടെ ദൈവത്തെ കാണാൻ സാധിക്കും എന്ന് ഉള്ള രീതിയിൽ പരിശീലനവും പ്രചരണവും പരാക്രമങ്ങളും ഒക്കെ നടത്തുന്നത്. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പിന്നാലെ പോകുന്നവരെല്ലാം ഇവൻച്വലി നിരാശരാകുന്നു എന്നുള്ളതാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. അത് അവനിൽ നിന്ന് ഒരു നീരുറവയെ ഉൽപ്പാദിപ്പിക്കും. ആ നീരുറവ ഇങ്ങനെ പൊങ്ങി തുടിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് ഇപ്പോൾ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് പോകുന്നു ആളുകൾ. ഞാനൊക്കെ അങ്ങനെ ഈ സത്യം തേടി അല്ലെ ഈ നീരുറവ തേടി പെന്തക്കോസ്റ്റിലേക്ക് വന്നതാണ്. പെന്തക്കോസ്റ്റിൽ വരുന്ന ആളുകൾ നിരാശപ്പെടുകയാണ് കൂടുതൽ ആളുകൾ. പിന്നെ നാണക്കേട് കൊണ്ടും മാനക്കേട് കൊണ്ടും പിന്നെ ഈഗോയൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. എന്നോട് ധാരാളം ആളുകൾ സംസാരിക്കാറുണ്ട്. അവർ പറയുന്നുണ്ട്, പാസ്റ്റർ എന്നാളും പെട്ടുപോയി, ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുക. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കിപ്പോൾ ബോംബെക്കാണ് പോകേണ്ടത്. ബോംബെക്ക് പോകേണ്ട നിങ്ങൾ ഗോഹട്ടി എക്സ്പ്രസ്സിൽ ഇരിക്കുകയാണ്. ഇതറിഞ്ഞ് 2 സ്റ്റേഷൻ കഴിഞ്ഞ പക്ഷെ നിങ്ങൾ എന്തായാലും സീറ്റ് കിട്ടുക, ഇവിടെ തന്നെ ഇരുന്നേക്കാം എന്ന് വിചാരിക്കൽ. നിങ്ങൾക്ക് ബോംബെക്കാണ് പോകണ്ടെങ്കിൽ നിങ്ങളത് മാറി ബോംബെക്കുള്ള ട്രെയിൻ പിടിക്കണം. അപ്പം അത് ചില ആളുകൾക്ക് സാധിക്കാറുള്ളൂ. അപ്പം നമ്മൾ നിരാശരാണ്. തേടിതെന്താണോ, അന്വേഷിച്ചെന്താണോ, ഇറങ്ങിത്തിരിച്ചെന്താണോ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ അന്വേഷണം നിർത്താൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? ഏറ്റവും സത്യമായ ഉപദേശം പെന്തക്കോസ്റ്റ് ഉപദേശമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ഉപദേശമാണെങ്കിൽ, അതിൽ പെടുന്ന ആളുകൾ എന്തുകൊണ്ട് നിരാശരാകുന്നു? ഇവൻച്വലി അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം നിരീശ്വരവാദത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ കൂടുതൽ പെന്തക്കോസ്റ്റിൽ നിന്നാണ്. അത് ഞാൻ പല പ്രാവശ്യം ലൈവ് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം അതിന് തെളിവായിട്ട് എസൻസിൽ തന്നെയുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവരോട് ചെല്ലുന്ന പെന്തക്കോസ്റ്റാണ്. അതിൻ്റെ വോയിസ് ക്ലിപ്പുണ്ട്.
ആർക്കെങ്കിലും വേണം ഞാൻ ആ വോയിസ് ക്ലിപ്പ് അയച്ചു തരാം. അപ്പൊ അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശയാകുകയാണ്. അന്വേഷിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്, കേൾക്കുമ്പോൾ രസമാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കലും അവർ ആ റിലേഷൻഷിപ്പിൽ എത്തുന്നില്ല, ആ സാറ്റിസ്ഫാക്ഷൻ അവർ ആർജിക്കുന്നില്ല. അപ്പൊ അവര് പറയുന്ന എന്താണ്, അതിലേക്ക് എത്തുന്നില്ല, നിരാശ മാത്രമാണ്. പിന്നെയാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ വേറൊരു തിയോളജി വരിക, അല്ലെങ്കിൽ വേറൊരു മൂവ്മെന്റ് വരികയാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ എന്താ വ്യത്യാസം പെന്തക്കോസുമായിട്ട്? പെന്തക്കോസുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസമേ ഉള്ളൂ, ആഭരണം ഇടാം. ഇപ്പൊ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ആഭരണം ഇടാമെങ്കിൽ അത് ന്യൂ ജനറേഷനായി. പിന്നെ അല്ലെങ്കിൽ കളർ ഉടുപ്പ് കൂടുതൽ ഇടാൻ പറ്റും. കുറച്ചൊക്കെ റിസ്ട്രിക്ഷൻസ് കുറവുണ്ട്. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് അടിസ്ഥാന ദൈവശാസ്ത്രത്തിൽ വ്യത്യാസമില്ല, സെയിം ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ന്യൂ ജനറേഷന്റെ തരംഗം കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് കൃപ എന്ന് പറഞ്ഞ് ഒരെണ്ണം വരികയാണ്. അപ്പൊ കൃപക്കാരെന്ന് പറഞ്ഞ് കുറെ പേര് കൃപയിൽ വന്നു. അത് ആദ്യം വന്നപ്പോൾ നല്ലൊരു തരംഗമായിരുന്നു. പക്ഷെ അത് അധികം നാളൊരു 4-5 മാസം അല്ലെങ്കിൽ മാക്സിമം 1-1.5 വർഷം കഴിഞ്ഞപ്പം അത് പിന്നെ അടുത്ത് വരികയാണ്. എന്താ ഇനി, വാട്ട്സ് നെക്സ്റ്റ്, നത്തിങ്. അപ്പൊ ഇത് ശൂന്യത മാത്രമേ ഇവിടെ തീരുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്, പിന്നെ ഒന്നുമില്ല. അപ്പൊ ഇതൊരു പരാജയപ്പെട്ട മാർഗം, ഡെഡ് എൻഡിൽ വന്നിരിക്കുകയാണ്. ഫർദർ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ലൈവിൽ ആരംഭിച്ചു ഗ്ലോറിയസ് ഗോസ്പൽ പറയുകയാണ്. ഇപ്പൊ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ ഈസ്റ്റേൺ ഗോസ്പൽ, ഈസ്റ്റേൺ തിയോളജി പഠിക്കാനുള്ള സോഴ്സസ്, മെറ്റീരിയൽസ്, ബുക്സ് ഇതാണ് വേണ്ടി. ഐ ഡോണ്ട് നോ. എന്നോട് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈസ്റ്റേൺ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഈ പൗരസ്ത്യവും പുരാതനവുമായിരിക്കുന്ന ഈ സത്യസുവിശേഷം അത് ഗ്രഹിച്ചവരാരും പുസ്തകം എഴുതാൻ മെനക്കെട്ടില്ല. സായിപ്പിനെ സംബന്ധിച്ച് പാശ്ചാത്യ ദൈവശാസ്ത്രം ഒരു പോയിന്റ് കിട്ടിയാൽ, ഒരു ചെറിയ പോയിന്റ് കിട്ടിയാൽ അവൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു ബുക്ക് എഴുതും, 3 മില്യൺ കോപ്പി വിൽക്കും. പിന്നെ അതേ പേര് അതിന്റെ സ്റ്റഡി ഗൈഡ് ഇറക്കും. പിന്നെ അതിന്റെ പേര് അതിനോട് ചേർത്ത് പിടിച്ച് ഒരു 4-5 ബുക്ക് കൂടി ഇറക്കും. ഇവൻ മില്യണർ ആവും. ആളുകളെല്ലാം ഇത് മേടിക്കും. അമേരിക്കയിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവരുടെയും അലമാരികൾ മുഴുവൻ പുസ്തകങ്ങൾ കൊണ്ട് നിറയും. ഇവർ സമ്പന്നരാകും, പ്രസാധകർ സമ്പന്നരാകും. ഒന്നും സംഭവിക്കുന്നില്ല. ഒരോളം ഉണ്ടാകും. അടുത്തയാൾ അടുത്ത പുസ്തകവുമായിട്ട് വരും. ശലോമോൻ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് കണക്കില്ല. അപ്പം ഈ പുസ്തകങ്ങളുടെ പുറകെ പോവാണ്. അപ്പോഴാണ് ഒരുത്തം വരുന്നു, ബെന്നിങ്ങിന്റെ പുസ്തകം വന്നു, എന്നിട്ട് അതിന്റെ പുറകെ പോയി. പിന്നെ അടുത്ത ആളുടെ പുസ്തകം വന്നു, അപ്പോൾ അതിന്റെ പുറകെ പോയി. പിന്നെ സാഡിൽ ചർച്ച ഉണ്ടല്ലോ, സാഡിലേക്ക് ചർച്ച, അയാളുടെ പേര് മറന്നുപോയി. അപ്പൊ അതിന്റെ പുറകെ പോയി. പിന്നെ അടുത്ത ബുക്ക് വന്നപ്പോൾ അതിന്റെ പുറകെ പോയി. പിന്നെ സർക്കിൾ മേക്കർ വന്നപ്പോൾ അതിന്റെ പുറകെ പോയി. ജോയ്സ് മേയർ വന്നപ്പോൾ അതിന്റെ പുറകെ പോയി. പക്ഷെ ഇതെല്ലാം ഒരു കാറ്റ്. ആ കാറ്റ് കഴിയുമ്പോൾ ഇല്ല. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ആരും പുസ്തകങ്ങളെ ഇറക്കിയില്ല. പുസ്തകങ്ങൾ ഇറക്കാൻ അറിവില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ പ്രാപ്തി ഇല്ലാഞ്ഞിട്ടോ അല്ല. സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്ര വേണ്ടത്. സത്യത്തിൽ എനിക്കും അതിൽ ദുഃഖമുണ്ട്. 7 വർഷം മുമ്പ് സിറിയയിലെ 1400 വർഷം പഴക്കമുള്ള ഒരു പള്ളി നശിപ്പിച്ചപ്പോൾ അതിനകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ, ഇന്നുവരെ ഇംഗ്ലീഷിലിട്ട് തർജ്ജമ ചെയ്യപ്പെടാത്ത സുറിയാനി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ ഐസിസുകാർ തീവെച്ച് കളഞ്ഞു. അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു. അപ്പൊ ആ ബിഷപ്പ് ഇരുന്ന് കരയുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു, ഇവിടെ മക്കളെ എല്ലാം കൊന്നു, പക്ഷേ അതിനേക്കാൾ ദുഃഖിപ്പിച്ച ആ ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇന്നും അതിന്റെ അവശേഷിപ്പ് കുറച്ച് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യപ്പെടാത്തത് അറബി ഭാഷയിലും സുറിയാനി ഭാഷയിലും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സന്ദർഭവശാൽ പറഞ്ഞാണ്, സുറിയാനി ഭാഷയുടെ സ്ക്രിപ്റ്റ് കടമെടുത്ത് അതിൽ നിന്നാണ് ഈ അറബി ഭാഷ രൂപപ്പെട്ടത്. ഇസ്ലാം സുഹൃത്തുക്കൾ സമ്മതിക്കത്തില്ല, പക്ഷെ അതാണ് ചരിത്രം. അപ്പോൾ അറബി ഭാഷയിലും സുറിയാനി ഭാഷയിലുമാണ് ഈ പുസ്തകങ്ങളുള്ളത്, ഗ്രന്ഥങ്ങളുണ്ട്. അവരത് തർജ്ജമ ചെയ്യാനോ വിൽക്കാനോ പണം ഉണ്ടാക്കാനോ ഒന്നും താല്പര്യപ്പെട്ടില്ല. ഇപ്പൊ അതിനുള്ള പരിശ്രമങ്ങൾ, ചില പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാനുള്ള ഒരു പരിശ്രമമുണ്ട്. തർജ്ജമ ചെയ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെ പുസ്തകമുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പൗരസ്ത്യ സുവിശേഷം അല്ലെങ്കിൽ പുരാതനമായിരിക്കുന്ന സത്യസുവിശേഷം, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മാർഗം ഞാൻ നിങ്ങളോട് പറയാം, വായിക്കണമെങ്കിൽ. കാരണം കർത്താവായ യേശു ക്രിസ്തു പുസ്തകം എഴുതിയില്ല. കർത്താവ് ഒരു പുസ്തകം എഴുതിയില്ല. കാരണം പുസ്തകം എഴുതുന്നതിൽ യേശു വിശ്വസിച്ചില്ല.
കാരണം അത് ദുർവ്യാഖ്യാനം, ദുരുപയോഗം ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. വചനം വിശ്വസ്ത മനുഷ്യരെ മാത്രമേ ഭരമേൽപ്പിക്കാവുള്ളൂ എന്നാണ് പൗലൂസ് പറഞ്ഞത്. വചനം വിശ്വസ്ത മനുഷ്യരെ മാത്രമേ ഭരമേൽപ്പിക്കാവൂ. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാ? അടിച്ചേൽപ്പിക്കുക, സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ അവർക്ക് ഒറിജിനൽ വചനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അവർ ഈ ഡ്യൂപ്ലിക്കേറ്റ് വചനം ഇത് പ്രിന്റ് ചെയ്ത് സ്കൂൾ വഴി എല്ലാം കൊടുക്കുകയാണ്. സുവിശേഷ വിരോധികൾ, RSS അത് കത്തിക്കും, മുസ്ലിങ്ങൾ അത് കടല പൊതിയും. കോഴിക്കോട്ടങ്ങാടിയിൽ കടല പൊതിയുന്നത് പുതിയ നിയമം വെച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എന്തിനാണിത് ചെയ്തത്? ഏതായാലും പെന്തക്കോസ്തുകാർക്ക് വചനം കിട്ടിയിട്ടില്ല, ഒറിജിനൽ വചനം കിട്ടാത്തത് നന്നായി. അപ്പം വചനം വിശ്വസ്ത മനുഷ്യരെയാണ് ഭരമേൽപ്പിക്കേണ്ടത്, അല്ല വഴിയെ പോകുന്നതിനെല്ലാം കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പുസ്തകം എഴുതാൻ. യോഹന്നാൻ പറയാണ്, നിന്നെ അറിയിക്കാൻ എനിക്ക് പല കാര്യങ്ങളും ഉണ്ട്. ഐ ഹാവ് സോ മെനി സീക്രട്സ് വിത്ത് മീ. എൻ്റെ അകത്ത് അതിങ്ങനെ അടക്കിയിട്ട് തീ പോലെ എൻ്റെ അസ്ഥിക്കകത്ത് കത്തുക. പക്ഷേ തൂവലും മഷി കൊണ്ടും എഴുതാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കണ്ടകുണ്ടനാടി അവന്മാരെല്ലാം വായിക്കും. എനിക്കിഷ്ടമില്ല, എഴുതാൻ ഇഷ്ടമില്ല. ഇതാണ് പൗരസ്ത്യ കാഴ്ചപ്പാട്. ആ മുഖനാവിൽ നിന്നെ കാണുമ്പോൾ നിനക്ക് പറഞ്ഞു തരാം. പലതുമുണ്ട്, പക്ഷേ എഴുതാൻ താല്പര്യമില്ല. വിമർശനങ്ങളിലേക്ക്, തെരുവീതികളിലേക്ക് വലിച്ചഴക്കപ്പെടുവാൻ, ഈ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറപ്പെടുവാൻ, ചിതറപ്പെടുവാൻ, അവ ചവിട്ടിത്തേക്കുന്ന നിലവാരത്തിലേക്ക് അധപ്പതിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് പൗരസ്ത്യ കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ നിങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം, എഫേസ്യ ലേഖനം, കൊലോസി ലേഖനം, ഫിലിപ്പി ലേഖനം. ദാറ്റ്സ് ഇറ്റ്. യോഹന്നാന്റെ സുവിശേഷം, എഫേസ്യ ലേഖനം, കൊലോസി ലേഖനം, ഫിലിപ്പി ലേഖനം. ദാറ്റ്സ് ഇറ്റ്. 4 എടുത്തു, തീർന്നു. അതിനകത്താണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെ ഇവര് കൊണ്ടുവന്ന ഈ പാശ്ചാത്യ ഭാഷ്യം അതാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ആ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിത്വത്തെ വിമർശിക്കുവാനും വിലയിരുത്തുവാനും രവിചന്ദ്രനും കൂട്ടരും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ കുരിശിൽ മരിച്ച എന്താണ്, ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്. അതിനെല്ലാം ഉത്തരങ്ങൾ പൗരസ്ത്യ സുവിശേഷത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവാഹം പോലെ സത്യത്തിന്റെ കെട്ടിനിർത്തിയിരിക്കുന്ന വലിയ അണയാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം. 20 വർഷം 20,000 കുതിരകളുടെ മുഴുവൻ മലിനതകളും അടിഞ്ഞുകൂടിയ ഈജിയൻ തൊഴുത്തിനെ ശുദ്ധീകരിക്കുവാൻ യൂഫ്രട്ടീസ് നദിയെ തൊഴുത്തിലേക്ക് തുറന്നുവിടുകയാണ് ഹെർക്കുലീസ് ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ പാശ്ചാത്യ സുവിശേഷത്തിന്റെ എല്ലാ മലീമസമായിരിക്കുന്ന അഴുക്കുചാലുകളെയും ശുദ്ധീകരിക്കുവാൻ തക്ക ശക്തിയുള്ളതും അത്രമാത്രം സമ്പന്നമായതുമായ ദൈവശാസ്ത്ര സംഭരണിയാണ് പൗരസ്ത്യ സുവിശേഷത്തിന്റെ സംഭരണി. ആ കാഴ്ചപ്പാടുകൾ, അതിന് ശക്തിയുണ്ട്. കാരണം ഇവര് കാണുന്ന ഈ കാഴ്ചയില് സയൻസ്, ഇന്ന് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, എടാ ഊളെ, സയൻസ് കണ്ടുപിടിച്ച ഫോൺ വെച്ചല്ലടാ നീ ലൈവ് ചെയ്യുന്നത്, നിന്റെ ദൈവം ഉണ്ടാക്കിയ എന്തെങ്കിലും കോപ്പ് വെച്ച് ലൈവ് ചെയ്യടാ. എനിക്ക് കിട്ടിയൊരു മെസ്സേജ്. അത് നിങ്ങൾ പറഞ്ഞു ഞാൻ ഈ തെറിയല്ല, എനിക്ക് കിട്ടിയ മെസ്സേജ് അത് എവിടെ പറഞ്ഞ. അപ്പൊ ഇവന് എത്രമാത്രം വികലമായ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ അവന് മറുപടി കൊടുത്തു, നീ ഉണ്ടായപ്പം ദൈവം സൃഷ്ടിച്ച നിന്റെ അമ്മയുടെ മുലയല്ലേ നീ കുടിച്ചേ, അല്ലാതെ ശാസ്ത്രം ഉണ്ടാക്കിയ മുലയല്ലല്ലോ കുടിച്ചത് എന്നൊരു മറുപടി ഞാൻ അവന് കൊടുത്തു. അവന്റെ തിരിച്ചുള്ള മറുപടി അതല്ലേ, ഇനി പൂരത്തെറിവല്ലോ ആയിരിക്കും. ഈ രവിചന്ദ്രന്റെ അനുയായികളാണ്. ഏതായാലും വേറെ ഉണ്ട്, പെന്തക്കോസ്തുകാരേക്കാൾ ഭേദമാണ്. എന്നെ പെന്തക്കോസ്തുകാരെ വിളിച്ചിടത്തോളം വൃത്തികെട്ട തെറികൾ ഈ രവിചന്ദ്രൻ അനുയായികൾ വിളിച്ചിട്ടില്ല. ഈ രവിചന്ദ്രന്റെ അനുയായികളിൽ 90% ഡീസന്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പക്ഷെ പെന്തക്കോസ്റ്റിൽ നിന്ന് എന്നോട് പ്രതികരിക്കുന്നവരിൽ 30% ഡീസന്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുള്ളൂ. 70% ഭയങ്കര തെറിയ. കമ്പാരിസൺ ഞാൻ പറഞ്ഞു. അതായത്
രവിചന്ദ്രൻ്റെ ആളുകളിൽ 90% നല്ല ലാംഗ്വേജും 10% അബ്യൂസീവ് ലാംഗ്വേജും. പെൻഡക്കോസിൽ നിന്ന് വരുമ്പം 30% നല്ല ലാംഗ്വേജും 70% അബ്യൂസീവ് ലാംഗ്വേജ്. അതാണ് എൻ്റെ ഒരു നിലവാരം നിൽക്കുന്നത്, പ്രൊപ്പോർഷൻ. അപ്പോൾ ഈ ശാസ്ത്രവും ദൈവശാസ്ത്രവും അല്ലെ സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ്, ആത്മീകതയും ശാസ്ത്രവും ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല. ആത്മീകതയും ശാസ്ത്രവും ഇതിനെ പരസ്പര വിരുദ്ധമാക്കിയത് പാശ്ചാത്യ കാഴ്ചപ്പാടാണ്, ഡ്യുവലിസമാണ്. അത് ഡ്യുവലിസം വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഇത് രണ്ടായത്, വിഭിന്ന ധ്രുവങ്ങളിലേക്കായി. ശാസ്ത്രം വേറെ, ആത്മീകത വേറെ. പക്ഷെ ശാസ്ത്രവും ആത്മീകതയും ഒരുമിച്ചാണ്. അതാണ് ഈസ്റ്റേൺ കാഴ്ചപ്പാട്, പൗരസ്ത്യ ദർശനം. അതുകൊണ്ടാണ് ഭാരതീയ ദർശനത്തിൽ മരുന്നും മന്ത്രവും ഒരുമിച്ചാണ്. മരുന്നും മന്ത്രവും, മരുന്ന് കൊടുക്കുമ്പോൾ മന്ത്രമുണ്ട്. ഓരോ വൈദ്യനും അല്പം മന്ത്രവും കൂടെ അറിയാം. മരുന്നും മന്ത്രവും ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞു. മരുന്നും മന്ത്രവും, മരുന്ന് മാത്രം കൊടുത്തില്ല, അതിൽ മന്ത്രവും കൂടെ ഉണ്ട്. കാരണം അവന്റെ പുറത്തെ മനുഷ്യനെ മാത്രമല്ല ചികിത്സിക്കുന്ന, അകത്തെ മനുഷ്യനെ കൂടി. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ കുറെ കൂടെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയറിന് വരുന്ന പ്രശ്നങ്ങളെ പോലും സോഫ്റ്റ്വെയറിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിൽ ചില പ്രശ്നങ്ങൾ, കമ്പ്യൂട്ടറിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും സോഫ്റ്റ്വെയറിൽ വ്യത്യാസങ്ങൾ വരുത്തി അതിനെ റിപ്പയർ ചെയ്യുന്നുണ്ട്. പല പുതിയ കാർ വഴി കേടായി കിടക്കുമ്പം, BMW ഒക്കെ കാർ കേടാകുമ്പം അവരുടെ കമ്പനി വിളിക്കുമ്പോൾ ഒരുപാട് തകരാറുകൾ അവർ റിമോട്ടായിട്ട്, എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വഴി ആ കാറിനെ അവർ റിമോട്ടായിട്ട് നന്നാക്കി കൊടുക്കാറുണ്ട്, പുതിയ കാറുകൾ. കാരണം പഴയ കാറുകൾ ഹാർഡ്വെയർ മാത്രമായിരുന്നു. കാരണം വണ്ടി കേടുവന്ന മെക്കാനിക്ക് കൊടിലും സ്പാനറും ചുറ്റിയും ഒക്കെ ആയിട്ട് വരണം. പക്ഷെ ഇപ്പം മോഡേൺ കാറുകൾ അങ്ങനെയല്ല. കാറുകൾക്ക് വരുന്ന ഒരുപാട് കേടുകൾ നമ്മൾ കാർ കേടായി കഴിയുമ്പം കമ്പനിയിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ കാറ് അവിടെ ഇരുന്നുകൊണ്ട് ആ കാറിനെ പരിശോധിക്കുക, എന്താണ് കേട്. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി കേടായി. അപ്പം അവർ കമ്പനി വിളിച്ചു കഴിഞ്ഞപ്പം ഒരു 20 മിനിറ്റ്സ് കമ്പനി ഈ ഫോൺ വഴി കാറുമായിട്ട് കണക്റ്റഡായി, ഫോണിൽ കൂടെ കാറ് നന്നാക്കി സ്റ്റാർട്ട് ചെയ്ത് പോക്കണം. കാരണം അത് ഫിക്സ് ചെയ്യാണ്. കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പം മനുഷ്യ ശരീരം അതിനേക്കാളൊക്കെ സങ്കീർണമാണ്. ആന്തരിക മനുഷ്യനെ ചികിത്സിക്കണം, ബാഹ്യ മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ. ഇത് ആയുർവേദത്തിലൊക്കെ ഉള്ള തത്വമാണ്. അപ്പം അതിനെ പരിഹസിക്കുന്നത് കണ്ട് എസൻസിലെ ഒരു യുവ സഹോദരൻ ആയുർവേദത്തിന്റെ പ്രിൻസിപ്പിൾ തെറ്റാണ്, മോഡേൺ മെഡിക്കൽ സയൻസ്. അപ്പം നമ്മൾ കുറെ കൂടെ മനസ്സിലാക്കണം. അപ്പം ഇതിനെല്ലാം വിഭിന്നമാക്കുക. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു ദിവസം സംസാരിക്കുക. ഇത് നമ്മുടെ കാഴ്ചപ്പാട് ശാസ്ത്രവും സ്പിരിച്വാലിറ്റിയും പരസ്പര വിരുദ്ധമല്ല, ഒരുമിച്ച് പോകേണ്ടതാണ്. അതിനെ ആന്തരികവും സത്യവും സനാതനവും പറഞ്ഞാൽ ഇന്റേണൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ്, വിസിബിൾ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻവിസിബിൾ റിലേഷൻഷിപ്പ്, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഒരു വൃക്ഷത്തിൽ ഒരു പഴം കിടക്കുന്നു, ഒരു ഫലം കിടക്കുന്നു, ഒരു വൃക്ഷത്തിലെ ഫലം. അപ്പൊ ആ വൃക്ഷവും ആ ഫലവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആ മരവും ആ പഴവും ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉള്ളത്? ബാഹ്യമായിട്ടാണ് കണക്ഷൻ, വിസിബിൾ ആണ്, ഇറ്റ്സ് നോട്ട് ഇൻവിസിബിൾ. ദൃശ്യമായ ഒരു ബന്ധമുണ്ട്, ഒരു ഞെടുപ്പ്. അപ്പൊ ദൃശ്യമായ ഒരു ബന്ധം, ഫിസിക്കൽ, ഭൗതിക ബന്ധം, ദൃശ്യബന്ധം. അപ്പൊ ഭൗതികവും ദൃശ്യവുമായിരിക്കുന്ന ഫിസിക്കൽ ആൻഡ് വിസിബിൾ റിലേഷൻഷിപ്പ്, കണക്ഷൻ. അപ്പം വിസിബിൾ ആൻഡ് ഫിസിക്കൽ കണക്ഷൻ ഉണ്ട്. ഈ മരത്തിൽ ആ പഴം കിടക്കുന്നു. ആ പഴം കാണുമ്പോൾ നമുക്കറിയാം ഇതേത് മരത്തിന്റെയാ, ഇന്ന മരമായിട്ട് കണക്റ്റഡാണ്. ആ മരത്തിൽ നിന്നുള്ള ചൈതന്യമാണ്. ഈ പഴം വളരുന്നു, ഈ പഴം പാകമാകുന്നു, ഈ പഴം പഴുക്കുന്നു. പഴം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? കുറെ കൂടെ കഴിയുമ്പോൾ പഴം ഞെട്ടറ്റ് താഴെ വീഴുന്നു. ലിറ്ററലി പഴം ചാകുന്നു, അല്ലേ? പിന്നെ പഴം ചാകുക, ഞെടുപ്പറ്റ് താഴെ വീഴും. ഇതാണ് കണക്ഷൻ.
ഇതാണ് എക്സ്റ്റേണൽ കണക്ഷൻ, എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ്. ഇതാണ് ശാസ്ത്രം. പക്ഷേ അതിനകത്തൊരു ഇന്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇന്റേണൽ കണക്ഷൻ, അതായത് ഇൻവിസിബിൾ കണക്ഷൻ. ആ ഇൻവിസിബിൾ കണക്ഷൻ ഈ വൃക്ഷവും ഈ പഴത്തിന്റെ അകത്ത് ഒരു സീഡ് ഇരിപ്പുണ്ട്. ഈ പഴത്തിന്റെ അകത്ത് ഒരു സീഡുണ്ട്. ആ സീഡും ഈ ട്രീയുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പഴത്തിന്റെ അകത്തുള്ള വിത്ത്, ഈ മരം വിസിബിളായിട്ട് കണക്റ്റഡ് അല്ല. ദൃശ്യമായ യാതൊരു കണക്ഷന് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയത്തില്ല. കാരണം വിത്ത് അതിൽ തന്നെ സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള കണക്ഷന് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, നോട്ട് കണക്ട്. പക്ഷേ ഈ പഴത്തേക്കാൾ അധികം ഈ വൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ വിത്താണ്. കാരണം ആ വൃക്ഷത്തിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, എല്ലാ സ്വഭാവ സവിശേഷതകളും അതേപടി ഈ വിത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി, അതിന്റെ പരിപൂർണതയിൽ. അപ്പം വൃക്ഷത്തിന്റെ പരിപൂർണതയിൽ വൃക്ഷത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിത്തിലാണ്. അതാണ് ആന്തരികം. ആന്തരികമായിരിക്കുന്ന കണക്ഷൻ. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇതാണ് പൗരസ്ത്യ സുവിശേഷം. പാശ്ചാത്യ സുവിശേഷം പഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം വിത്തിന്റെ സുവിശേഷമുണ്ട്, പഴത്തിന്റെ സുവിശേഷമുണ്ട്. വിത്തിന്റെ സുവിശേഷവുമുണ്ട്, പഴത്തിന്റെ സുവിശേഷവുമുണ്ട്. ഈ പഴത്തിന്റെ സുവിശേഷത്തിന്റെ പുറകെ പോകുന്നവർ കുറച്ച് കഴിയുമ്പോൾ നിരാശപ്പെടും. വിത്തിന്റെ സുവിശേഷം ഒരിക്കലും നിരാശപ്പെടത്തില്ല, കാരണം അതിനകത്ത് ലൈഫുണ്ട്. പഴം വൃക്ഷത്തിൽ നിന്ന് താഴെ വീണ് കഴിയുമ്പോൾ അത് ചത്തു, അത് വീണ്ടും ഓരോ ദിവസം കഴിഞ്ഞ് ഡീക്കേയിങ് ആണ്, അത് ചീയുന്ന പ്രോസസ്സിലേക്ക് പോവാണ്, ചീഞ്ഞ് പോവാണ്. അവന് പെൻഡകോസ്റ്റിലോട്ട് പോകുന്നവർക്ക് സംഭവിക്കും. കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ കൊള്ളാവുന്നതും. ഇപ്പൊ ഇന്നലെ ഡാളസിൽ തന്നെ ഒരു അച്ചായൻ വിളിച്ചു. അച്ചായന്റെ മകൻ മാർത്തോമയിലാണ്. മാർത്തോമ പള്ളി കഴിഞ്ഞാൽ ഉടനെ പോകുന്നു പറഞ്ഞു. അവിടെ ഒരു സ്റ്റാൻഡിങ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, ഡപ്പാങ്കുത്ത്. അപ്പം ഡപ്പാങ്കുത്തിന് ഭയങ്കര ബാൻഡൊക്കെ വരുന്നുണ്ട്. അതിനാണ് നല്ലത്, ആളുകൂട് ഓടുകയാണ്. 300ഓളം മാർത്തോമ മലയാളി യുവാക്കൾ അവിടെ പോകുന്നുണ്ടെന്നാണ് അച്ചായൻ പറഞ്ഞത്. അച്ചായൻ പറഞ്ഞാണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അച്ചായൻ ഇപ്പോഴും ലൈവിലുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ വൃക്ഷം, അതിന്റെ ഫലം കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഈ വൃക്ഷത്തിന്റെ ഫലം കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും തിന്നാൻ നല്ലതും വെരി ഗുഡ്. പക്ഷെ ഈ ഫലം അത് താഴെ വീണു, അത് ചീഞ്ഞ് പോവാണ്, ടെമ്പററിയാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവീൻ. അപ്പൊ നിലനിൽക്കുന്നത് ലൈഫ് അതിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാണ്. നോക്കി, വിത്ത്, ആ പഴം താഴെ വീണത് ഒരു പാറയിലേക്കാണ്, ചെതറിപ്പോയി. പക്ഷെ ആ വിത്തിനൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ആ വെയിലത്ത് കിടക്കാണ്, സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നത്തിങ് വിൽ ഹാപ്പൻ. എത്ര ചൂടടിച്ചാലും ആ വിത്തിനൊന്നും സംഭവിക്കുന്നില്ല. അത് കൂടുതൽ പാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 4800 വർഷം മുമ്പ് ഈജിപ്തിലെ ഒരു പിരമിഡിൽ അടച്ചിരുന്ന മമ്മിയുടെ കൂടെ ഒരു ചെറിയ പാത്രത്തിൽ അടച്ചു വെച്ചിരുന്ന നെൽവിത്തുകൾ ഒരു 20 വർഷം മുമ്പ് ഗവേഷകരെടുത്തു. അത് അവർ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നെല്ല് 4800 വർഷം മുമ്പ് ഇരുന്ന വിത്ത് കിളുത്തു. കാരണം ലൈഫ് ഒരിക്കലും പോകുന്നില്ല.
ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും മരിക്കുകയില്ല. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ നിലനിൽക്കുന്ന ജീവനുള്ള വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇന്റേണലാണ് അകത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് ഫെയ്ത്ത് പുറമേ ഉള്ള ഒരു കാര്യമല്ല, അകത്തേക്ക് പോവാണ്. അത് കണ്ടെത്തുന്ന, അത് തിരിച്ചറിയുന്ന, കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുന്ന, ഇറ്റ് ഈസ് ഉണർച്ചയാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ, നിബോധത. മഹർഷിമാർ പറഞ്ഞ, അപ്പം ഉണർന്നിരിപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ആ ഉണർച്ചയിലേക്ക് വിശ്വാസികളെ ഉണർത്തുന്ന ദിവസങ്ങളാണ് നോയമ്പിന്റെ ദിവസങ്ങൾ. അതിനാണ് നോയമ്പിനെ ക്രമീകരിച്ചിരിക്കും. പല ആളുകൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാ കൊല്ലും വഞ്ചനയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട. ഇപ്പം നിത്യജീവൻ പ്രാപിപ്പാനുള്ള സത്യ ഉപദേശം എന്താണ്? ഈ നിത്യജീവൻ അത് ആന്തരികമാണ്. അപ്പൊ ബാഹ്യമായിട്ട് നമ്മൾ കാണുകയാണ്, ബാഹ്യമായിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണ്. ചന്ദ്രൻ, പിന്നെ ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ ഓരോ ഗ്രഹങ്ങള്, പിന്നെ അപ്പുറത്ത് അടുത്ത നക്ഷത്രങ്ങള്, അടുത്ത ഗാലക്സി, പിന്നെ അടുത്ത ക്ലസ്റ്റർ, അടുത്ത സൂപ്പർ ക്ലസ്റ്റർ, അടുത്ത ഗാലക്റ്റിക് ഫിലമെന്റ്, പിന്നെ ഗാലക്റ്റിക് വോയിഡ്, ശൂന്യത, നെക്സ്റ്റ് ഗാലക്റ്റിക് ഫിലമെന്റ്, നെക്സ്റ്റ് സൂപ്പർ ക്ലസ്റ്റർ, യൂണിവേഴ്സ്, ബിഗ് യൂണിവേഴ്സ്. ശാസ്ത്രം നോക്കുക, പുറത്തേക്കാ നോക്കുന്നത്. പുറത്തേക്ക് നോക്കുക, കണ്ണെത്തുന്നില്ല. അങ്ങ് പോയിട്ട് ഇപ്പൊ പറയുന്നത് 983 ബില്യൺ. അത്രയും വലുപ്പമുണ്ട്. 93 ബില്യൺ. 93 ബില്യൺ എന്ന് പറയുമ്പോൾ 9300 കോടി. ഇപ്പോഴത്തെ ഒരു കണക്കാ. 9300 കോടി പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ 9300 കോടി വർഷം സഞ്ചരിക്കുന്ന വലിപ്പം ഇപ്പോഴത്തെ ഒബ്സർവബിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പരിഗണനയിലുള്ള യൂണിവേഴ്സിനുണ്ട്. എത്തും പിടി കിട്ടും. ആ യൂണിവേഴ്സ്, അതിലും വലിയൊരു സാധനം നിന്റെ അകത്തോട്ട് പോവുക. അകത്തോട്ട്. ഇപ്പൊ എന്നോട് ഇവര് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവര് നോക്കിക്കഴിയുമ്പോ ഇതെല്ലാം പിടികിട്ടുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ യുക്തിവാദികളൊക്കെ ഇത് കേൾക്കും, അവർ വിമർശിക്കാൻ വരും. ഞാൻ പിന്നെയും പറയാണ്, ഈ പ്രപഞ്ചത്തിലെ ഒരു ധൂളി പോലും ഇൻഡിപെൻഡന്റ് അല്ല. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ശിവരൊക്കെ അയ്യോ എങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ ഇല്ല, ഒരു ബന്ധവും ഇല്ലാതെ ഒന്നുമില്ല. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ശാസ്ത്രത്തിന് ഇപ്പൊ അത് കാണാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. എല്ലാം കണക്റ്റഡ് ആണ്. പണ്ട് അവര് അങ്ങനെ ഈതർ എന്ന് പറഞ്ഞ് സാങ്കല്പിക ദ്രവ്യമൊക്കെ അവർ സങ്കല്പിച്ചു. ഇപ്പൊ ആ സങ്കല്പം തെറ്റാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഡാർക്ക് മാറ്ററിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എവരിത്തിങ് ഈസ് കണക്റ്റഡ്. നമ്മുടെ ആന്തരികമായിട്ട്. എന്നാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അകത്തേക്കാണ്. അകത്തേക്ക് പോകുമ്പോൾ, അകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരം നമ്മളെ ആ യഥാർത്ഥ സോഴ്സിൽ കൊണ്ടുവന്നിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒറിജിനലി യേശു പഠിപ്പിച്ചത് സോഴ്സ് ഓഫ് ലൈഫ്. പിതാവ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ്. ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ തർജ്ജിമ ഏതാണ്? സോഴ്സ്. ഫാദർ സെർവർ കമ്പ്യൂട്ടറാണ്. ഉദാഹരണം കേട്ടോ. ഇനിയിപ്പോൾ അതാ പറഞ്ഞു, ഞാൻ സെർവർ കമ്പ്യൂട്ടറാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ആ സോഴ്സിലേക്ക് കണക്റ്റഡ് ആകുകയാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതുമ്പോൾ അതിനകത്ത് ഈ ഇഷ്യൂസ് ആണ്. ഏതാണ്? നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ വൈയക്തിക തലത്തിലെ വൈകാരിക സംഘർഷങ്ങളും
നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ്, സ്വത്വ പ്രതിസന്ധികളും ഒക്കെ ഡിസ്കസ് ചെയ്യാണ് 7 അധ്യായങ്ങളിൽ. അതിലേക്ക് വരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, ആസക്തികളാൽ കലുഷിതനായിരിക്കുന്ന പഴയകാല മനുഷ്യനെ ഉരിഞ്ഞ് കളയുകയും ക്രിസ്തുവിൽ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. എവിടെയാണ് ഈ ക്രിസ്തുവിൽ പുതുമനുഷ്യനിരിക്കുന്നത്? എവിടെയാണ് ഈ ക്രിസ്തുവിൽ പുതുമനുഷ്യനിരിക്കുന്നത്? ഒരു റിയൽ യു, യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ നീയുണ്ട്. ആ യഥാർത്ഥ നീ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? ആ യഥാർത്ഥ നീയാണ് ദൈവത്തിൽ ഇരിക്കുന്നത്. അത് കണ്ടെത്തണമെങ്കിൽ നീ ദൈവത്തിൽ ചെല്ലണം. യൂണിയൻ വിത്ത് ഗോഡ്. അതാണ് ക്രിസ്തുവുമായി പറ്റിച്ചേരുന്നവൻ, ദൈവാത്മാവുമായി പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായി ഏക ആത്മാവായി തീരുന്നു. വൺ ഇൻ സ്പിരിറ്റ്, യൂണിയൻ. ഇതാണ് പൗരസ്ത്യ ദൈവ ദർശനത്തിന്റെ അടിസ്ഥാനം, കാതൽ. എന്നാൽ പാശ്ചാത്യ ദൈവദർശനം അത് മാറ്റമാണ്. പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, വേശ്യയുമായി പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമായി തീരും. ഓൺ ഓഫാണ്, ഓൺ ഓഫ് സ്പിരിച്വാലിറ്റി. കാരണം വേശ്യയുമായിട്ട് കൂടെ കിടന്ന് എത്ര നേരം കിടക്കും? നിങ്ങൾക്ക് വേശ്യയുടെ കൂടെ എത്ര നേരം കിടക്കാൻ പറ്റും? ഏക ശരീരമായിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. ഇപ്പൊ കണക്ഷൻ പോയി അല്ലേ? നിങ്ങളുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കണക്ഷനൊക്കെ കിട്ടുകയല്ലേ വേശ്യയുമായിട്ട് പറ്റിച്ചേർന്ന്. ഓൺ ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകും. കണ്ടിന്യൂസ്, അൺബ്രേക്കബിൾ, പൗരസ്ത്യമായ ദൈവദർശനമാണ്. അതിലേക്ക് പോവുക. ആ യൂണിയനിലേക്ക് പോകുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ നോയമ്പിന്റെ ദിവസങ്ങൾ. ആ യൂണിയൻ കണ്ടെത്തുവാൻ നോയമ്പിൽ പോകുന്ന ആളുകൾക്ക് സാധിക്കട്ടെ. അപ്പൊ ഈ യൂണിയൻ, യോഗം, സംയോഗം, ഈ ദർശനം ഭാരതീയ ഋഷിവര്യന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ യോഗാഭ്യാസം, ഇതാണ് യോഗ ചേരുക. പക്ഷെ അവർ യൂണിയനിൽ വരുമ്പം അവർക്ക് 2 പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവർക്കത് ഫുൾഫിൽമെന്റിലേക്ക് ചെല്ലാൻ പറ്റിയില്ല. അവരതിൻ്റെ മാർഗങ്ങൾ, സാധ്യതകൾ, അതിൻ്റെ നേട്ടങ്ങൾ അതെല്ലാം കണ്ടു. എല്ലാം വളരെ വിശദമായിട്ട് യോഗസൂത്രം ഒക്കെ അവരെഴുതി. വളരെ വിശാലമായ ടെക്സ്റ്റ് ബുക്കുണ്ട്. പക്ഷെ 2 പ്രശ്നമാണ്. അവർക്കൊന്ന് ഐഡന്റിറ്റി ലോസ്. കാരണം പരമാത്മാവിൽ ലയിക്കുമ്പോൾ ഐഡന്റിറ്റി ലോസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകും. പക്ഷേ ഐഡന്റിറ്റി ലോസ് ആവുന്നില്ല. ഐഡന്റിറ്റി ലോസ് ആവുന്ന ദൈവത്തിൽ നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് ക്രിസ്തുവിൽ നീ കണ്ടെത്തണം. 2 കണക്റ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അതിലേക്ക് പോയി വന്നു കഴിയുമ്പം ഒരു സെർട്ടൺ ലെവലിൽ വരുമ്പോൾ അവിടെ നിൽക്കുകയാണ്, സ്റ്റക്കാണ്. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഈ യോഗ നടത്തുന്ന ആളുകളും മഹർഷിമാരും അങ്ങനെയുള്ള ആളുകളും പിന്നെ ഭൗതിക സ്വത്ത് സമ്പാദനത്തിലേക്ക്, പിന്നെ ഭൗതിക നേട്ടങ്ങളിലേക്ക്, സാമ്രാജ്യ സ്ഥാപനങ്ങളിലേക്ക്, പിന്നെ ഇല്ലാത്ത മ്ലേച്ഛതകളിലേക്കും ഒക്കെ വഴുതി വീണ് പോകുന്നത്. കാരണം അവർക്ക് എത്താൻ പറ്റുന്നില്ല. കണക്ഷൻ, ആ കണക്ഷൻ ഏതാ? സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യപ്പെടേണ്ടത്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിലേക്കാണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫാദറാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകും. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വന്നു, ഇന്റർനെറ്റ് വന്നു, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാവും. ഗേറ്റ് ആൻഡ് വേ. ഐ ആം ദ ഗേറ്റ്, ഐ ആം ദ വേ. ഇല്ലേ? ഇന്റർനെറ്റ് ഗേറ്റ് വേ. എന്താണ് ഇന്റർനെറ്റ് ഗേറ്റ് വേ? ഇന്റർനെറ്റ് ഗേറ്റ് വേയിലൂടെ അല്ലേ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അപ്പൊ ഗേറ്റ് വേ ആരാണ്? ക്രൈസ്റ്റ് ആണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഏറ്റവും സാമീപ്യവുമുള്ള റിലീജിയൻ ഹിന്ദുയിസമാണ്. നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് പൗരസ്ത്യവും സനാതനവും പുരാതനവും സത്യവുമായിരിക്കുന്ന ക്രിസ്തീയ ദർശനമാണ് ഞാൻ പറയുന്നത്. അത് ഹിന്ദുയിസത്തിന്റെ കാഴ്ചപ്പാട് വളരെ ക്ലോസ് ആണ്. പക്ഷെ പാശ്ചാത്യവും വികലവും വിഷലിപ്തവുമായിരിക്കുന്ന സുവിശേഷം ഹിന്ദുയിസവുമായിട്ട് ജഗടായിരിക്കും.
കാരണം അവർ നോക്കിക്കഴിയുമ്പോൾ അവിടെ വിഗ്രഹം ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു. ഞാൻ പറയുന്നത് ഹിന്ദു റിലീജിയന്റെ റിച്വലിസ്റ്റിക് ഔട്ടർ ഷെല്ലിനെ കുറിച്ചല്ല, ആചാരപരവും അനുഷ്ഠാനപരവുമായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന ഒരു രൂപമുണ്ട്, ബാഹ്യരൂപം. അതിപ്പോൾ ക്ഷേത്രാചാരങ്ങൾ, അല്ലെങ്കിൽ ഉത്സവങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന മറ്റനുഷ്ഠാനങ്ങൾ. അപ്പം അതൊക്കെ കാണുമ്പോഴേക്കോ ഇത് ഞാനതിൻ്റെ ആന്തരിക സത്യയെക്കുറിച്ചാണ് പറഞ്ഞു. ഞാൻ മുമ്പ് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് ആ ലെവലിലല്ല ഞാൻ പറഞ്ഞു, അങ്ങ് ടോപ്പ് ലെവലിൽ. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ യോഗസൂത്രമാണ്. പക്ഷെ യോഗസൂത്രം എവിടെയാണ്? നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് ക്രിസ്തുവിലൂടെ സോഴ്സുമായിട്ട് യോഗയിൽ വരാം, കണക്റ്റഡ്. അപ്പം അവർക്ക് ഹിന്ദുയിസത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ക്രൈസ്റ്റ് ഇല്ല, അവർക്ക് ഐഡന്റിറ്റി ഇല്ല. പക്ഷെ വിതൗട്ട് ലൂസിങ് അവർ ഐഡന്റിറ്റി വി ക്യാൻ ഫൈൻഡ് ഔട്ട് അവർ റിയൽ ഐഡന്റിറ്റി. നിനക്കൊരു സത്യത്തിലൊരു നീയുണ്ട്. ആ നീ ഇപ്പോൾ കാണുന്ന നീയല്ല, അതൊരു യഥാർത്ഥ നീയാണ്. ആ നിന്നെ കണ്ടെത്തുമ്പോൾ അതെവിടെയാണ്? അത് ദൈവത്തിലാണ്. അത് കണ്ടെത്തുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ യാത്ര ആന്തരികമാണ്, അകത്തേക്കാണ് പോകുന്നത്. ആ അകത്തേക്കുള്ള യാത്രയാണ്. അകത്തേക്കുള്ള യാത്രയിൽ പോയി അവിടെയാണ് ഇൻക്ലൂഷൻ അഥവാ യൂണിയൻ വരും. ആ യൂണിയനിലേക്ക് പോവുക. അതിന്റെ സാധ്യത കണ്ടെത്തി കഴിയുമ്പോൾ ഭയങ്കരമാണ്. അപ്പൊ ആ സാധ്യത കണ്ടെത്തിയപ്പോഴാണ് 110 വർഷം അവർ മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചു. തീപ്സിലെ പൗലൂസ് പ്രാർത്ഥിച്ചു 100 വർഷം. എന്നോട് ചോദിച്ചു അവരെന്താ പ്രാർത്ഥിച്ച്? അവർ പ്രാർത്ഥിച്ചത് ബ്ലസിമോടെ വയറുവേദന മാറാനും ജോക്കുട്ടന് വിസ കിട്ടാനും അല്ല. മണിക്കൂറുകൾ അടച്ചിട്ട് പിള്ളേർ ഇപ്പം വീഡിയോ ഗെയിം കളിക്കുക. എന്താ എൻ്റെ രസം അവർക്ക് മനസ്സിലായി. കാരണം ഇന്റേണൽ അല്ലേ ഗെയിം നടക്കുന്നേ, അതിനകത്തെ അതിനേക്കാൾ വലിയൊരു കാര്യം ഈ യാത്ര എക്സ്റ്റേണൽ അല്ല, ഇന്റേണൽ. അകത്തേക്ക് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. അത് നിന്നിലുണ്ട്. ആ ക്രൈസ്റ്റ് ഹോപ്പ് ഓഫ് ഗ്ലോറി ഹി ഈസ് ദ ഗേറ്റ് വേ. ആ ഗേറ്റ് വേയിലൂടെ യു ക്യാൻ കണക്റ്റഡ് ടു ദ സോഴ്സ്. വെൻ യു കണക്റ്റഡ് ടു ദ സോഴ്സ് യു വിൽ ഫൈൻഡ് ഔട്ട് യു. നിന്നെ കണ്ടെത്തും. നിന്നെ കണ്ടെത്തി കഴിയുമ്പോൾ ഇച്ഛിക്കാത്ത നന്മയെ പ്രവർത്തിക്കുന്ന, വെറുക്കുന്ന തിന്മയെ പ്രവർത്തിക്കുന്ന, ശരീരത്തിൽ പരസ്പര വിരുദ്ധമായ 2 ശക്തികൾ പ്രവർത്തിക്കുന്ന, ആ ശക്തികളാൽ കലുഷിതനായിരിക്കുന്ന ആ പഴയകാല മനുഷ്യനെ ഉരിഞ്ഞെറിഞ്ഞ് കളഞ്ഞിട്ട് ക്രിസ്തുവിലെ പുതിയ മനുഷ്യനെ കണ്ടെത്തുവാൻ അവിടെ നമുക്ക് സാധിക്കും. ഇതാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചത്. ഇതാണ് അവർ എഴുതി വെച്ചത്. ക്രിസ്തു ബാഹ്യമായിട്ടുള്ളതല്ല. നമ്മൾ ബാഹ്യമായിട്ടുള്ളതിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നിരാശയുണ്ടാവും, കഠിനമായ നിരാശ. ഒന്നും കണ്ടെത്താൻ കഴിയത്തില്ല. നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എല്ലാം പുറത്തുള്ള കാര്യങ്ങൾ. അകത്തേക്ക് തിരിയുക. വഴിയും സത്യവും ജീവനും അവൻ തന്നെ. വഴിയും സത്യവും ജീവനും അവൻ തന്നെ. ആ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ആ ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയാൻ കഴിയണം. അങ്ങനെ തിരിയുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മളെ കണ്ടെത്തി എന്ന് പറയുന്നത്. നമ്മളെ കണ്ടെത്തുവാൻ, നമ്മളിലേക്ക് എത്തുവാൻ, അതിനാണ് ഈ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ.
ഗ്ലോറിയസ് ഗോസ്പൽ. ബാക്കി എല്ലാ സുവിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളെ അറിയിക്കാത്ത സുവിശേഷമാണ്. അതാണ് അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞത്. പൗലൂസ് കണ്ടെത്തിയത് അതാണ്. ഇവരൊക്കെ പൗലൂസിനെ പരിഹസിക്കുന്നുണ്ട്. പൗലൂസിന് എന്തായിരുന്നു കുറവ്? പൗലൂസ് ഗമാലിയലിന്റെ കാൽക്കീഴിരുന്ന് പഠിച്ചവനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു, വളരെ സമ്പത്തുള്ളവനായിരുന്നു. പക്ഷേ അവൻ പറയാണ്, എനിക്ക് കിട്ടിയ ഈ പരിജ്ഞാന നിമിത്തം ഞാൻ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. കാരണം അവൻ ആന്തരികമായതിനെ കണ്ടെത്തി. ബാഹ്യമായിട്ട് അവന് ഉടുക്കാൻ പുതപ്പില്ലായിരുന്നു, പലപ്പോഴും നഗ്നത അനുഭവിച്ചു, ഉടുപ്പൊന്നുമില്ല മാറാൻ. ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഞങ്ങൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേ ധരിക്കുക, മറ്റൊന്നിനെ വാഞ്ചിക്കുന്നു. പൗലൂസിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലൂസ് പറഞ്ഞത് മുഴുവൻ ഈ ആന്തരികമായ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അവൻ അവനെ കണ്ടെത്തി. അതാ പറഞ്ഞത്. നമ്മൾ അതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ ഈ സ്പിരിച്വാലിറ്റി കൊണ്ടോ സ്പിരിച്വൽ പെർസ്യൂ ഇറ്റ്സ് എ ഫെയിലിയർ, മീനിങ്ലെസ്. നമുക്ക് അർത്ഥമില്ലാത്ത നമ്മുടെ പരിശ്രമങ്ങൾ, ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു യാത്ര ഒക്കെയായി മാറും. അവിടുന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മളെ കണ്ടെത്തുവാൻ കഴിയണം. അതൊരു ആന്തരിക അന്വേഷണമാണ്, അകത്തേക്കാണ് പോകുന്നത്. ഇത് പഴയതുപോലെയല്ല. വി ഹാവ് ക്രൈസ്റ്റ്. എന്നുവെച്ചാൽ ഭാരതീയ മഹർഷിമാര് എന്തുമാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് അവർ അന്വേഷിച്ചു, അവർക്കാർക്കും പെർഫെക്ഷനിൽ എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്കത് ഈസി വേയിൽ ക്രൈസ്റ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് തിരിച്ചിട്ട് അവർ മറ്റൊരു വേർഷൻ കൊണ്ടുവന്നു, മറ്റൊരു ഭാഷ്യം കൊണ്ടുവന്നു സുവിശേഷത്തിന്റെ. പൗലൂസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി മറ്റൊരു വന്ന് നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതിനെ പ്രത്യേകിച്ച് നമ്മൾ ശപിക്കുമെന്നോ നശിപ്പിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ശപിക്കപ്പെട്ടവെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇല്ല, അവനെ ആരും ഇവിടെ ഒന്ന് ശപിക്കുമെന്നോ നശിപ്പിക്കുമെന്നൊന്നും അതിനർത്ഥം ആ രീതിയിലാണ് നമ്മുടെ ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ആരാണ്? നമ്മുടെ രവിചന്ദ്രനും ഒക്കെ. അങ്ങനെ ആരും ഇവിടെ ശപിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരിക. നമുക്ക് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഇനി പറയുന്ന നിങ്ങൾക്ക് താങ്ങാൻ കഴിയത്തില്ല, കാരണം ഈ കാര്യങ്ങൾ. എന്നിട്ട് യേശു പറയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16:15. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവിടെ യേശു പറയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എവരിതിങ് ഈസ് കണക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. എവരിവൺ ഈസ് കണക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്നു. എല്ലാവരും ക്രിസ്തുവിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അത് നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടലാണ് എൻലൈറ്റ്മെന്റ്. ആ എൻലൈറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയും. ഭൂമി മുഴുവൻ യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭൂമിയിലുള്ള എല്ലാവരും എൻലൈറ്റൻഡ് ലെവലിലേക്ക് വരും, എൻലൈറ്റ്മെന്റിലേക്ക് വരും. അതെങ്ങനെ വരും? അത് രണ്ട് വഴിയിൽ വരും. എൻലൈറ്റ്മെന്റിലേക്ക് വരികയാണ്.
നിങ്ങളോർത്ത് എല്ലാവരും ഈ സത്യം, എല്ലാവരും അവനെ കണ്ടെത്തിയാൽ ഈ ഭൂമി എത്ര നന്നാവും, എത്ര സുന്ദര സുരവില പ്രതലമായി ഈ ഭൂമി മാറുക. കാരണം എല്ലാവരും അവനവനെ കണ്ടെത്തുക, ക്രിസ്തുവിൽ, ദൈവത്തിൽ. അപ്പൊ എല്ലാവരും എൻലൈറ്റൻഡ് ആകുകയാണ്. അങ്ങനെ എൻലൈറ്റൻഡ് ആയ ആളുകളെ കൊണ്ട് ഭൂമി നിറയുകയാണ്. അതാണ് ദൈവരാജ്യം, അതാണ് വരാൻ പോണ ഈ ഭൂമിയിൽ. അതിന്റെ ഭാഗമാണ് ശാസ്ത്രത്തിന്റെ വളർച്ച. ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയെ ഭയത്തോടെയാണ് മതം നോക്കിക്കാണുന്നത്. മത നേതൃത്വം, മതപ്രചാരകർ, മതപ്രചരണത്തിനും മതത്തിനുമെതിരെ അവരും ആക്രോശിക്കുകയാണ്. പക്ഷെ ആത്മീകർക്ക് ഭയമില്ല. ആത്മീകർ അതിനകത്ത് എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ശാസ്ത്രം ആത്മീകതയും ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്നെങ്കിലും ശാസ്ത്രം കുറെ കൂടെ പുരോഗമിക്കുമ്പോൾ അത് ആത്മീകതയുമായി സന്ധിക്കും, ആത്മീകതയെ കണ്ടെത്തും. അതാണ് ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയൻസ് വിൽ ഫൈൻഡ് ഔട്ട്. അവരും അതാ പറയുന്നത്, ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തിയിട്ടില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണമൊന്നും ഇതുവരെ അവർ നടത്തിയിട്ടില്ല. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ, സയൻസ് മുന്നോട്ട് പോകുമ്പോൾ എൻലൈറ്റ്മെന്റിലേക്കാണ് പോകുന്നത്. എൻലൈറ്റ്മെന്റ് അതെവിടെയാണ്? ഞാൻ പറഞ്ഞു, ഒന്ന് വിത്തിന്റെ സുവിശേഷമാണ്, മറ്റേത് പഴത്തിന്റെ സുവിശേഷമാണ്. പഴത്തെയാണ് ഇവർ അന്വേഷിക്കുന്നതും പരീക്ഷണത്തിന് വിധേയമാക്കുന്നതും അവർ സ്റ്റഡി ചെയ്യാൻ നോക്കുന്നതും. വിത്തിലേക്ക് തിരിയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര അത്ഭുതകരമാണ്. ഈ വൃക്ഷവുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ ഈ വിത്ത് അതിനകത്തിരിക്കുകയാണ്. ഈ വൃക്ഷം മുഴുവൻ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീ ദൈവത്തെ അന്വേഷിക്കുകയാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന വിത്താണ്. ഇവിടെയൊന്നും ഒരു ട്രീ കാണുന്നില്ല. ചില വിത്തുകൾ കാറ്റിലൂടെ സഞ്ചരിക്കും, കാറ്റിലൂടെ 100-300 കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കും ചിലപ്പോൾ. വിത്ത് കിട്ടി. ഇതേത് വൃക്ഷത്തിന്റെയാ? ഇവിടെയൊന്നും വൃക്ഷമില്ല. 300 കിലോമീറ്റർ അകലെയാ വൃക്ഷം നിൽക്കുന്നത്. ഇവൻ നോക്കിയല്ല അവിടെ കാണാൻ. ഇവൻ നോക്കിയാൽ കാണത്തില്ല, തപ്പിയാ കാണത്തില്ല, ടെലസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണത്തില്ല. അപ്പൊ പറയാ വൃക്ഷമില്ല. ഉണ്ടോ? തീർച്ചയായില്ല. കാരണം ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്, ഞങ്ങൾ കാണുന്നതേ വിശ്വസിക്കത്തുള്ളൂ. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചു. അവന്റെ ജീവൻ നിന്നിലുണ്ട്, അവന്റെ ഭാവം നിന്നിലുണ്ട്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഈ ദൈവത്തിന്റെ പൈതലാണ്. വിത്തിന്റെ സുവിശേഷം. പഴത്തിന്റെ സുവിശേഷത്തെ നമുക്ക് മറക്കാം. വിത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം. പഴത്തിൽ ജീവനില്ല. അല്പം ജീവനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് നശിക്കും. അത് ചീഞ്ഞ് 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 ഇല്ലാതെയായിപ്പോവും. റിലേഷൻ നഷ്ടപ്പെടും, മുറിഞ്ഞ് താഴെ വീഴും. പക്ഷെ വിത്ത്, റിലേഷൻ നഷ്ടപ്പെട്ടാലും, കാലങ്ങൾ കഴിഞ്ഞാലും, വെയിലത്തിരുന്നാലും, ഇരുളിൽ കടന്നാലും, മറഞ്ഞു കടന്നാലും, അടച്ചു സൂക്ഷിച്ചാലും ലൈഫ് അതിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. ഇറ്റ് ഈസ് ഇൻ എവരി സീഡ്. നിന്നിൽ ആ ദൈവീക ജീവനുണ്ട്. യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പ്രതിമയാണ്. ദിസ് ഈസ് പൗരസ്ത്യ സുവിശേഷം. ദിസ് ഈസ് ഈസ്റ്റേൺ. ദിസ് ഈസ് ഓറിയന്റൽ. ദിസ് ഈസ് പ്യുവർ ഗോസ്പൽ. ഇതാണ് സത്യമായ സുവിശേഷം. പാശ്ചാത്യ സുവിശേഷം, വിഷലിപ്തമായ സുവിശേഷം നമുക്ക് തിരസ്കരിച്ച് കളയാം. കുരിശിൽ മരിച്ചത് രവിചന്ദ്രൻ പറഞ്ഞ പോലെ ആരാണ് കുരിശിൽ മരിച്ച ആരാണെന്ന് ഞങ്ങൾ പറയും. കുരിശിൽ മരിച്ചത് എന്താണെന്ന് ഞങ്ങൾ പറയും. പൗരസ്ത്യ സുവിശേഷത്തിന്റെ മറുപടിക്കായി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പാശ്ചാത്യവും വിഷലിപ്തവുമായിരിക്കുന്ന സുവിശേഷത്തെ നമുക്ക് തിരസ്കരിക്കാം. എത്ര പേർ തിരസ്കരിക്കും? നമുക്കിത് വേണോ? നമുക്ക് പൈതൃകമായി കിട്ടിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം നമ്മൾ തള്ളിക്കളയും. ഇവിടെ അമേരിക്കയിൽ വെള്ളക്കാരൊക്കെ ഇപ്പം ഈ പൗരസ്ത്യ സുവിശേഷത്തെ ഗ്രാബ് ചെയ്യാണ്. അവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിത് പൈതൃകമായിട്ട് കിട്ടട്ടെ, നിങ്ങൾ എന്തിനെ തിരസ്കരിച്ചു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ വന്നു, നിങ്ങളുടെ ആളുകൾക്ക് സൗന്ദര്യമുണ്ടായിരുന്നു, കുക്കു സായിപ്പൊക്കെ വന്ന് ഞങ്ങളെ ചിരിച്ചു കാണിച്ചപ്പം ഞങ്ങളത് പുൽകിപ്പോയി.
അബദ്ധമായിപ്പോയി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു. വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.